ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കൊച്ചു വിശുദ്ധയെ പറ്റിയിട്ടാണ്. വിശുദ്ധ ക്ലേലിയ ബർബിയരി. സ്വർഗത്തിലൊരു കുഞ്ഞു വിശുദ്ധയെന്ന് വേണം കേട്ടോ പറയാനായിട്ട്. 23 വയസ്സിൽ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് അവസരം ലഭിച്ച ഒരു മാലാഖക്കൊച്ച്. 1847 കേട്ടോ നമ്മുടെ ഈ മാലാഖക്കൊച്ച് വന്ന് ജനിക്കുന്നത്. ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ ഫാമിലി അല്ലെങ്കിൽ ഒരു അടിപൊളി കത്തോലിക്ക ഫാമിലിയിലാണ് നമ്മുടെ ക്ലേലിയ വന്ന് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൾക്ക് മാമോദീസയൊക്കെ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ ഒരു കുഞ്ഞു മകളായിട്ട് വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ 7ാമത്തെ വയസ്സിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ പപ്പയെ അവൾക്ക് മിസ്സാവാണ്. ആ സമയത്ത് വ്യാപകമായോണ്ടിരുന്ന കോളറ രോഗം പിടിപെട്ടിട്ടാണ് അവളുടെ പപ്പയെ അവൾക്ക് മിസ്സാവുന്നത്. അങ്ങനെ അതിനുശേഷം അവരുടെ പഴയ താമസ സ്ഥലമൊക്കെയും വിട്ടിട്ട് ഇടവക പള്ളിയുടെ ഏറ്റവും അടുത്തായിരിക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഭാഗത്തോട്ട് താമസം മാറുകയാണ്. അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മൊമെൻ്റ് എന്ന് വേണം കേട്ടോ അതിനെ പറയാനായിട്ട്. വീട്ടിലെ കുഞ്ഞു തുന്നൽ പണികളും അമ്മയ്ക്ക് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾക്കൊക്കെ ശേഷം അവൾ എപ്പോഴും പള്ളിയിൽ വന്ന് ഈശോയുടെ അടുത്തായിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പാവങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാറ്റഗിസം മൂവ്മെൻറ്റ് അവരുടെ ഇടവക പള്ളിയിൽ ഉണ്ടായിരുന്നു. കൂടുതലും പുരുഷന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു മൂവ്മെൻറ്റിൽ ക്ലേലിയ പുണ്യവതി വന്നതോടുകൂടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അവളുടെ ആ ഒരു ഈശോയെ പകർന്നു കൊടുക്കുന്ന രീതിയും ഈശോയോടുള്ള അറ്റാച്ച്മെൻ്റൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അവളുടെ ആ ഒരു സ്വഭാവത്തിൽ ഇൻസ്പയർ ആയിട്ട് കുറേ അധികം സഹോദരിമാർ അവളുടെ കൂടെ ചേർന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു സന്യാസ സഭ രൂപീകൃതമാവുന്നത്. അതാണ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് മദർ ഓഫ് സോറോസ്. അവളുടെ 22ാമത്തെ വയസ്സിൽ ആ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ മദർ ക്ലേലിയ എന്നാണ് അവൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞൊരു വിശുദ്ധ എന്നൊരു നാമവും നമ്മുടെ ക്ലേലിയ പുണ്യവതിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ട്യൂബർ ക്ലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്ന്, ഒരു ക്ഷയം എന്ന് നമുക്ക് പറയും. ആ ക്ഷയം എന്ന അസുഖം വന്നിട്ട് അവൾ മരണപ്പെടുകയാണ്. ആ മരിക്കുമ്പോഴും ആ ഒരു മരണവേദനയിലും അവൾ പറഞ്ഞൊരു ഡയലോഗാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഐ ആം ഗോയിങ് ടു ഹെവൻ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡിങ്സ് ആണല്ലേ അത്. എനിക്ക് തോന്നുന്നു ഒരു സുഹൃതജപമായിട്ട് നമുക്കൊക്കെ ഏറ്റുചൊല്ലാൻ പറ്റുന്ന ഒരു കുഞ്ഞു വാക്കാണ് ഐ ആം ഗോയിങ് ടു ഹെവൻ. അങ്ങനെ പറയാനായിട്ടുള്ള ആ ഒരു ആത്മധൈര്യം അത് അവൾക്ക് ലഭിച്ചത് അവളുടെ ആത്മനാഥനിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇരിക്കെ 1870 അവൾ ജൂലൈ 13 അവൾ മരണപ്പെടുക. അതിനുശേഷം 1989 ഏപ്രിൽ 9 ജോൺ പോൾ II അവളെ വിശുദ്ധയാക്കിയിട്ട് ഉയർത്തുകയാണ്. ഒരു ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വിശുദ്ധയാണ് ക്ലേലിയ പുണ്യവതി. ഈ ഒരു ജൂലൈ 13 അവളുടെ പുണ്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ആത്മനാഥനിലുള്ള അടിപതറാത്ത വിശ്വാസത്തിൽ നിന്നും ലഭിച്ച ആത്മധൈര്യം കൈവിടാതെ ആത്മീയ സമരത്തിൽ ആഴമായി വിഹരിച്ച് ആത്മനിർവൃതി നേടിയ അമ്മേ, ആത്മീയതയിൽ വളരാൻ ഞങ്ങളെയും